ഇന്ത്യയിലെ ഗ്രാമങ്ങൾക്ക് ശരിക്കും അധികാരം കിട്ടിയത് എപ്പോഴാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് വെറും കടലാസിലെ ഒരു ആശയം മാത്രമായിരുന്ന തദ്ദേശ സ്വയംഭരണം എങ്ങനെയാണ് രാജ്യത്തിന്റെ ഭരണഘടനയുടെ തന്നെ ഭാഗമായത്? ആ ഒരു യാത്രയുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പക്ഷേ ആ വലിയ മാറ്റത്തിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ കാരണം മനസ്സിലാക്കണം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു വലിയ പ്രശ്നത്തെ ഒരു കമ്മിറ്റി വെറും 3 വാക്കുകളിൽ ഒതുക്കി. എന്തായിരുന്നു ആ വാക്കുകൾ? അതായത് 1980കളുടെ പകുതി വരെ തദ്ദേശഭരണത്തെക്കുറിച്ച് പഠിക്കാൻ ഒരുപാട് കമ്മിറ്റികൾ വന്നുപോയി. റിപ്പോർട്ടുകൾ ഒരുപാടുണ്ടായി. പക്ഷെ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. അധികാര വികേന്ദ്രീകരണം എന്ന ആശയം ഫയലുകളിലങ്ങനെ ഉറങ്ങിക്കിടന്നു. ഉദാഹരണത്തിന് അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ടുവെച്ചത് ശരിക്കും വിപ്ലവകരമായ ചില ആശയങ്ങളായിരുന്നു. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം വേണമെന്ന നിർദ്ദേശം പോലും അന്നുണ്ടായി. പക്ഷേ എന്താ സംഭവിച്ചത്? ആ നിർദ്ദേശങ്ങളെല്ലാം കടലാസിൽ തന്നെ ഒതുങ്ങി. യഥാർത്ഥ പ്രശ്നം അവിടെ തന്നെ കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1985-ൽ ആസൂത്രണ കമ്മീഷൻ നിയമിച്ച GVK റാവു കമ്മിറ്റി വരുന്നത്. അവർ നടത്തിയ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ഒരു രോഗനിർണയം എല്ലാം മാറ്റിമറിച്ചു. അവര് പഞ്ചായത്തീരാജ് സിസ്റ്റത്തിനെ വിളിച്ചത് വേരുകളില്ലാത്ത പുല്ല് എന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തൊരു കൃത്യമായൊരു പ്രയോഗമാണല്ലേ? കാരണം ശരിയായ അധികാരവും പണവും ഇല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? അപ്പോ ഈ സിസ്റ്റത്തിന് കുറച്ച് വേരുകൾ കൊടുക്കാനായിട്ട് എല്ലാ വികസന പദ്ധതികളുടെയും പ്രധാന കേന്ദ്രം ജില്ലാ തലമാകണമെന്ന കമ്മിറ്റി ശക്തിയായിട്ട് തന്നെ വാദിച്ചു. ശരിക്കും പറഞ്ഞാൽ അധികാരം താഴേക്കെത്തിക്കാനുള്ള ഒരു വ്യക്തമായ നീക്കമായിരുന്നു അത്. അങ്ങനെ പ്രശ്നമെന്താണെന്ന് കൃത്യമായി മനസ്സിലായി. ഇനി വേണ്ടതൊരു ശാശ്വതമായ പരിഹാരമാണ്, അല്ലേ? ആ പരിഹാരം വന്നത് 2 നിർണായക കമ്മിറ്റികളിൽ നിന്നായിരുന്നു. ശരി, നമുക്ക് നോക്കാം. LM സിംഗ്വി കമ്മിറ്റിയും PK തുങ്കൻ കമ്മിറ്റിയും രണ്ടും എത്തിയത് ഒരേ ഒരു വിപ്ലവകരമായ നിഗമനത്തിലേക്കാണ്. ഒന്ന് സർക്കാർ നിയമിച്ചത്, മറ്റൊന്ന് പാർലമെന്റിന്റെ ഭാഗമായി വന്നത്. പക്ഷേ രണ്ടുപേരുടെയും ലക്ഷ്യമൊന്നായിരുന്നു: പഞ്ചായത്തുകൾക്ക് ശരിക്കുമുള്ള അധികാരം കൊടുക്കുക. സിംഗ്വി കമ്മിറ്റി വളരെ ഉറപ്പിച്ചു പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത് അവർക്ക് ഒരുതരം സംരക്ഷണം നൽകും, ഒപ്പം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പും ഉറപ്പാക്കും. ഈയൊരു ആശയത്തിന് കൂടുതൽ ബലം നൽകിക്കൊണ്ട് തുങ്കൻ കമ്മിറ്റി കുറച്ചുകൂടി വ്യക്തമായ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ചു. ഈ സ്ഥാപനങ്ങൾക്ക് ഒരു സ്ഥിരതയും ഉറപ്പും നൽകുന്ന നിർദ്ദേശങ്ങളായിരുന്നു അത്. അതിലൊന്ന്, അവർ 5 വർഷത്തേക്ക് ഒരു നിശ്ചിത കാലാവധി നിർദ്ദേശിച്ചു. ഇത് കാര്യങ്ങൾക്കൊരു കൃത്യതയും ഒപ്പം പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വബോധവും ഉണ്ടാക്കാൻ സഹായിക്കും. അതിലും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു. ഒരു സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്തിനെ പിരിച്ചുവിട്ടാൽ അത് 6 മാസത്തിൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അതിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇത് ശരിക്കും തദ്ദേശ ജനാധിപത്യത്തെ അനിശ്ചിതമായി ഇല്ലാതാക്കുന്നത് തടയാനുള്ളൊരു വലിയ നീക്കമായിരുന്നു. അപ്പോൾ ഈ നിർദ്ദേശങ്ങളെല്ലാം എങ്ങനെയാണ് ഒത്തുചേർന്ന് ഒരു ഫൈനൽ ബ്ലൂപ്രിന്റായി മാറിയതെന്ന് നോക്കാം. അതിനാണ് നമ്മൾ 1988-ലെ ഗാഡ്ഗിൽ കമ്മിറ്റിയിലേക്ക് പോകുന്നത്. ഇനി ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ രൂപരേഖയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുൻപ് വന്ന എല്ലാ നല്ല ആശയങ്ങളെയും അവരൊരുമിച്ച് ഒരു കൃത്യമായ പ്ലാനാക്കി മാറ്റി. ഭരണഘടനാ പദവി വേണം, 3 തട്ടിലുള്ള സംവിധാനം വേണം, സംവരണം വേണം, തിരഞ്ഞെടുപ്പ് നടത്താൻ സ്വന്തമായി കമ്മീഷൻ വേണം, ഇങ്ങനെ എല്ലാം അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ്. ഇതോടെ സർക്കാരിന്റെ മുന്നിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതോടൊപ്പം നേരത്തെ പറഞ്ഞ വേരില്ലാത്ത അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കൂടി അവർ മുന്നോട്ടുവച്ചു. അതായത് നികുതികളും മറ്റു ഫീസുകളും പിരിക്കാനും അത് വിനിയോഗിക്കാനുമുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് തന്നെ കൊടുക്കണം. ഇതിലൂടെ പണത്തിനായി എപ്പോഴും മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥ മാറും. അപ്പോൾ സിംഗ്വി, തുങ്കൻ, പിന്നെ ഗാഡ്ഗിൽ കമ്മിറ്റികൾ, ഇവരുടെയെല്ലാം ശുപാർശകൾ ഒരുമിച്ച് വന്നപ്പോൾ അതൊരു വലിയ തരംഗമായി മാറി. മാറ്റം അനിവാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഈ കമ്മിറ്റികളുടെയെല്ലാം നിർദ്ദേശങ്ങൾ ചേർന്ന ആ രൂപരേഖയാണ് ഇന്ത്യൻ ഭരണചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിലേക്ക് നയിച്ചത്. അതെ, 1992-ലെ 73ാം ഭരണഘടനാ ഭേദഗതി നിയമം. അപ്പോ ശരിക്കും സംഭവിച്ചതെന്താണ്? ഈ ഭേദഗതി വന്നതോടെ പതിറ്റാണ്ടുകളായി ഇല്ലാതിരുന്ന ആ ഭരണഘടനാപരമായ വേരുകൾ, ആ പുല്ലിന് ഒടുവിൽ ലഭിച്ചു. അതായത് പഞ്ചായത്തുകൾക്ക് നിയമപരമായ ശക്തിയും നിലനിൽപ്പും കിട്ടി. അങ്ങനെ പതിറ്റാണ്ടുകളുടെ പരിശ്രമത്തിനൊടുവിൽ ആ നിയമം യാഥാർത്ഥ്യമായി. പക്ഷേ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ എത്തിക്കുന്നുണ്ട്. ഈ ഭരണഘടനാപരമായ വേരുകളൊക്കെ കിട്ടിയതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ അധികാര വികേന്ദ്രീകരണം ശരിക്കും ഫലപ്രദമായോ? അതോ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടോ?